അപ്പോൾ മൂന്നാർ പോകുന്ന വഴിക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വന്ന വഴിക്കാണ് ജസ്റ്റ് ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടത്. ഇരുമ്പ് പാലത്തോട്ട് പോകുന്ന വഴിക്കാണ് ഈ വെള്ളച്ചാട്ടം. ചില്ലിത്തോടെന്ന് പറഞ്ഞ സ്ഥലത്തൊരു കിടിലൻ വെള്ളച്ചാട്ടമാണ്. ഏകദേശം കണ്ടായിരുന്നോ? നമുക്ക് ആ വെള്ളച്ചാട്ടം പോകുന്നത് ഇരുമ്പ് പാലം പോകുന്ന വഴിക്ക് ചില്ലിത്തോടാണ്. അപ്പം പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് ഈ പാലം വഴി നമുക്ക് ഇറങ്ങി പോകാം. അവിടുത്തെ വ്യൂ എങ്ങനെയാണ് ഡയറക്റ്റ് ഫ്രണ്ടിൽ പോയി നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ ഒരു ഇരുമ്പ് പാലമാണ്. നമുക്ക് ഇതാണോ ആ ഇരുമ്പ് പാലം എന്ന് അറിയത്തില്ല, അവർ ഉദ്ദേശിച്ച പാലം. എന്തായാലും ഈ പാലത്തിൽ കൂടെ പോയി അങ്ങോട്ട് പോയി നോക്കാം. എന്നിട്ട് അതിലൊരു ഫുൾ വ്യൂ കണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണെന്ന്? സത്യം പറഞ്ഞൊരു കിടിലൻ വൈബല്ലേ അവിടുത്തെ ആ വെള്ളച്ചാട്ടം. ഏറ്റവും ടോപ്പിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടായിരുന്നു. ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടോയെന്ന് ആർക്കും അറിയത്തില്ല. അത്ര കിടിലൻ സ്പോട്ടാണ്. അതിന് ടോപ്പിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടോ? മഴത്തുള്ളി പോലെ വരുന്നുണ്ടോ? കിടിലല്ലേ ആ സ്പോട്ട്? ഓ സൂപ്പർ. അപ്പം ആ മുകളിൽ നിന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം കണ്ടായിരുന്നു, പാലൂല് വരുന്ന വെള്ളച്ചാട്ടം. സത്യം പറഞ്ഞ് ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു എക്സ്പ്ലോർ എന്ന് പറയുന്നത്? ഇത് കുത്തനെയുള്ള വെള്ളച്ചാട്ടമാണ്. ഇത് മഴ സമയത്താണ് ഇത് കാണേണ്ടതെന്നാണ് പറയുന്നത്. ഏകദേശം നല്ല ലോങ്ങിനാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ ഒരു പട്ടി കിടന്ന് കുരയ്ക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ജസ്റ്റ് ഇറങ്ങി എടുക്കാമെന്ന് വിചാരിച്ചിടന്ന് എന്തായാലും ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു അത്രയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഞങ്ങോട്ട് പോവുകയാണ്. നമ്മൾ അതിനടുത്ത് പോകുമ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു പവറും കാര്യം കാണുമ്പോൾ. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്നൊരു വലിയൊരു ചെറിയൊരു തോടാണിത്. ഇപ്പോൾ ഈ തോട് രണ്ടായിട്ടാണ് പോകുന്നത്. അവിടെ നിന്നും വരുന്നുണ്ട്, ഇവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്പോട്ട് മറക്കണ്ട, ഇരുമ്പ് പാലത്തോട്ട് പോകുന്ന വഴിക്കാണ്, റോഡ് സൈഡിലാണ് വരുന്ന ഈ സ്പോട്ട് വരുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇത് ലോങ്ങിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ്. ടോപ്പിൽ നിന്ന് മലമുകളിൽ നിന്ന് വരുന്നൊരു കിടിലൻ വെള്ളച്ചാട്ടമാണ്. കിടിലെന്ന് വെച്ചാൽ എടുത്ത് പറഞ്ഞൊരു കിടിലൻ വെള്ളച്ചാട്ടം. കണ്ടോ? ലോങ്ങിൽ നിന്ന് വെള്ളച്ചാട്ടമാണ്. സൂപ്പർ. കാരണം കിടിലൻ വെള്ളച്ചാട്ടം, ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇവിടെ സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് പോകണം. മുകളിലോട്ട് പോയണം നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ കയറാൻ വേണ്ടി. അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ അധികാരം വരാത്തൊരു സ്പോട്ടാണെന്ന് തോന്നുന്നു. കാര്യം അധികം തിരക്കുകളൊന്നും ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ എൻ്റെ പൊന്നും മച്ചാനെ ഒരു രക്ഷയില്ല. കണ്ടായിരുന്നോ? കൈ പൊക്കാൻ പറ്റും. അത്രയ്ക്ക് ലോങ്ങിൽ നിന്നാണ് വരുന്നത്. അത്രയ്ക്ക് ലോങ്ങിൽ നിന്നാണ് വരുന്നത്. ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സും എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇവിടെ മഴ സമയത്ത് ഈ സൈഡിൽ വെള്ളം കുറച്ച് കൂടുതലാണ് വരുന്നത്, ഈ സൈഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വെള്ളം ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതുപോലൊരു നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ കാണുന്ന മാക്സിമം സ്ഥലങ്ങളെ നിങ്ങൾ കാണിച്ചു തരുന്നതാണ്.